രജിത് സാർ നമസ്കാരം. 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 നമ്മൾ രണ്ടാമതാണ് വീണ്ടും ന്യൂസ് ഇന്ത്യ മലയാളം പോയിന്റിലിരിക്കുന്നത്. വീണ്ടും കാണാൻ സാധിച്ചതിലും കൂടെ കുറച്ചു നേരം സംസാരിക്കാൻ സാധിച്ചതിലും വളരെ സന്തോഷമുണ്ട്. അപ്പോൾ താങ്കളിപ്പോൾ ഒരു സുദീർഘമായിട്ടുള്ള ഒരു വിദേശ യാത്രയൊക്കെ നടത്തിയിട്ട് വന്നിരിക്കുകയാണ്. താങ്കളുടെ നിയോഗത്തിന്റെ ഭാഗമായിട്ട് നടത്തിയെന്നാണ് താങ്കൾ പറയുന്നത്. അർമേനിയയിലേക്ക് താങ്കൾ പോയിരുന്നു. അതിനുശേഷം തായ്വാനുമായിട്ട് ബന്ധപ്പെട്ട കുറെ സ്ഥലങ്ങളിൽ പോയിരുന്നു. താങ്കൾ വിശദമായിട്ട് പല സ്ഥലങ്ങളിലും ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞതാണ്. അപ്പൊ നമ്മൾ ന്യൂസ് ഇന്ത്യ മലയാളം പോയിന്റിൽ നമ്മളൊരു നാഷണൽ ഇന്റർനാഷണൽ കാര്യങ്ങൾ കൂടുതൽ ഡീകോഡ് ചെയ്യുന്ന ഒരു ജേർണലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഫേമാണ്. അപ്പോൾ ഈ അർമേനിയയിലേക്ക് താങ്കൾ പോയപ്പോൾ അവിടെ സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യം നമ്മുടെ രാജ്യം ചെയ്തിട്ടുണ്ട് അർമേനിയയിൽ. ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ ന്യൂസ് ഇന്ത്യ കൊടുത്ത ഒരു വാർത്തയുണ്ട്. അതായത് ഈ അടുത്ത യുദ്ധം ഓപ്പറേഷൻ സിന്ദൂർ 2.0 എന്ന് പറയുന്നത് ഇന്ത്യ നടത്താൻ പോകുന്നത് ബഹിരാകാശത്ത് നിന്നായിരിക്കുമെന്ന്. ഇത് നമ്മൾ പടച്ചുവിട്ടൊരു വാർത്തയല്ല. ഇത് ആക്ച്വലി നമ്മുടെ ജപ്പാനിലെ അവരുടെ പ്രതിരോധ മിനിസ്ട്രിയുടെ കീഴിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിഫൻസ് സിസ്റ്റം അവര് ജപ്പാന് കൊടുത്തൊരു പാകിസ്ഥാന് കൊടുത്തൊരു മുന്നറിയിപ്പ് എന്നവണ്ണം കൊടുത്തൊരു ജേർണലിലാണ് ഈ കാര്യമുള്ളത്. അപ്പോൾ ഈ സാധനം പല പ്രതിരോധ മാധ്യമങ്ങളും ഏറ്റെടുത്തിട്ടുണ്ട്. വലിയ വാർത്തയൊക്കെ ആയിരുന്നു ഇടയ്ക്ക്. അപ്പോൾ അതിനുശേഷം ഈ ചാര സാറ്റലൈറ്റുകൾ വഴി ഓപ്പറേറ്റ് ചെയ്താണ് നമ്മൾ ഇതൊക്കെ ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നത്. അപ്പോൾ സമാനമായിട്ടുള്ള രീതിയിൽ പാകിസ്ഥാൻ മാത്രമല്ല നമുക്ക് ശത്രുവായിട്ട് നിലവിലുള്ളത്. തുർക്കി നമ്മുടെ വലിയൊരു ശത്രുവാണ്. സ്വാഭാവികമായിട്ടും ഈ തുർക്കിയിലാണ് ഈ ഭഗവാൻ മുരുകന്റെ സേന എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. അവരും നമ്മുടെ ഒരു പൈതൃകം പേറുന്ന ഒരുപാട് ആൾ യസീദീസ് ആയിരുന്നാലും കുർദുകളായിരുന്നാലും ഒരുപാട് പേര് കുർദുകളെ ഒരുപാട് തുർക്കി ദ്രോഹിക്കുന്നുണ്ട്. കുർദുകളെ അവരുടെ യഥാർത്ഥ സ്ഥലങ്ങളിൽ നിന്നും യസീദികളെയും ആട്ടി ഓടിക്കുക. അവരിപ്പോൾ പല മലനിരകളിലുമാണ് അവർ അഭയം പ്രാപിച്ചിരിക്കുന്നത്. യസീദികളായിരുന്നാലും കുർദുകളായിരുന്നാലും അവർക്കൊരു കുർദിസ്ഥാൻ എന്ന് പറഞ്ഞൊരു സ്ഥലം വേണമെന്ന് അവരിപ്പോൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്, വാശി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ തുർക്കിയുടെ മുന്നിൽ അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? തുർക്കിയുടെ മുന്നിൽ അവർക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. തുർക്കി അത്രയ്ക്ക് ശക്തമാണ്, നാറ്റോയിൽ ഉള്ള ഒരു രാജ്യമാണ്. പക്ഷേ അപ്രതീക്ഷിതമായിട്ടാണ് ഇത് സംഭവിക്കുന്നത്. ഇന്ത്യ അവിടെ എത്തുകയാണ്. ഇന്ത്യ നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂറിൽ, അത് ചിലപ്പോൾ മുരുകൻ ഭഗവാന്റെ നിയോഗമായിരിക്കാം, എനിക്കറിയില്ല. അതായത് ഓപ്പറേഷൻ സിന്ദൂറിൽ ഇവർക്ക് പാകിസ്ഥാന് തുർക്കിയുടെ ഡ്രോണുകൾ തുർക്കി കൊടുക്കുന്നു. ഇന്ത്യയിലേക്ക് വരുന്ന തുർക്കിയുടെ ഡ്രോണുകളാണ് ഇപ്പോൾ ഇന്ത്യ ടാർഗറ്റ് ചെയ്യുന്നത്. കൂടുതലും പാകിസ്ഥാനെ പോലെ തന്നെ തുർക്കിയാണ് ഇന്ത്യ ടാർഗറ്റ് ചെയ്യുന്നത്. ഇടയ്ക്കൊരു റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. അതായത് അവിടെയുള്ള കുർദുകളും യസീദികളടക്കം ഇന്ത്യയെ വളരെ പ്രതീക്ഷയോടെ നോക്കിക്കാണുന്നു എന്നുള്ളൊരു റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. അപ്പോൾ ഇവിടെ അർമേനിയയുടെ ചാര ശൃംഖലയെ ശക്തിപ്പെടുത്താൻ ഇന്ത്യ ഒരുങ്ങുകയാണെന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ഒരു കാര്യം, ഇവിടെ റഷ്യയാണ് ഇതിന്റെ പയനിയേഴ്സ് എന്ന് പറയുന്നത്, ഈ ചാര സാറ്റലൈറ്റ് ശൃംഖലകളെ ശക്തിപ്പെടുത്തുന്നത്. പക്ഷേ ഇവിടെ അവരെ ശക്തിപ്പെടുത്താൻ പോകുന്നത് ഇന്ത്യയാണ്. ഇത് ഇന്ത്യയുടെ ഒരു സുപ്രധാനമായിട്ടുള്ള ഒരു ചുവടുവയ്പ്പാണ്. ഒരു കാര്യം, ഞാൻ താങ്കളുടെ പല സ്പീച്ചസും കാണുമ്പോൾ ഞാൻ ആലോചിക്കുന്ന, താങ്കൾ പറയുന്ന പല കാര്യങ്ങളിലും ഈ ഇന്ത്യ പല മുന്നേറ്റങ്ങളും നടത്തും ായിട്ടുള്ള കാര്യങ്ങളുണ്ട്. കാരണം ഈ റഷ്യയെ മാറ്റി അർമേനിയയുടെ ഈ ചാര ശൃംഖല ശക്തിപ്പെടുത്താൻ ഇന്ത്യ വരിക, പുതിയ വിദേശ ഇന്റലിജൻസ് സർവീസിനായിട്ടുള്ള SIGINT അപ്ഗ്രേഡുകൾ അവർക്ക് സഹായം കൊടുക്കുക, ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ വരിക. അർമേനിയയെ ശക്തിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അർമേനിയയുടെ തൊട്ടടുത്ത് കിടക്കുന്നത് തുർക്കിയാണ്. തുർക്കിയും അർമേനിയയും ബദ്ധവൈരികളാണ്. തൊട്ടപ്പുറത്ത് സൈപ്രസിനെ നമ്മൾ ഇങ്ങോട്ട് വിളിച്ച് അടുപ്പിക്കുക, തുർക്കിക്ക് ഒരു മറുപടി കൊടുക്കാനായിട്ട് അവർക്ക് ബ്രഹ്മോസ് കൊടുക്കുക, അവർക്ക് സുഖോയ് വേണോന്ന് ചോദിക്കുക. ഗ്രീസുമായി ചേർന്ന് സംയുക്തമായി നമ്മളൊരു അഭ്യാസം നടത്തുക, കടലിലൊരു അഭ്യാസം നടത്തുക. അവിടെ നമ്മളെ ത്രികണ്ഡ് എന്ന് പറയുന്ന നമ്മുടെ കപ്പൽ ഈ ടർക്കിഷ് കപ്പലുമായിട്ട് ഒരു മുഖാമുഖം വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പിന്നെ അത് പോവുകയും ചെയ്തു. അപ്പോൾ ഇതെല്ലാം നോക്കിക്കാണുമ്പോൾ ഇതിൽ എനിക്ക് എല്ലാത്തിലും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരാളെന്ന് പറയുന്നത് മുരുക ഭഗവാനാണ്. അദ്ദേഹം നമ്മളെ ഒരു വഴിയിൽ കൂടെ ഇങ്ങനെ നയിച്ചു കൊണ്ടുപോകുന്നത് പോലെ തോന്നുന്നു. കാരണം പാകിസ്ഥാൻ നമ്മളായിട്ട് ആക്രമണം നടത്തുമ്പോൾ ഈ തുർക്കിയുടെ ഡ്രോണുകൾ അവിടെ വരുന്നത് യാദൃശികമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം കുർദുകളെ അല്ലെങ്കിൽ യസീദികളെ അവിടെ നിന്ന് മോചിപ്പിക്കേണ്ടത് ചിലപ്പോൾ ഭഗവാന്റെ ഒരു നിയോഗമായിരിക്കാം. താങ്കളുടെ ഒരു വിലയിരുത്തൽ ഇതിൽ എങ്ങനെയാണ്? എനിക്കറിയാം ഒരു വലിയൊരു ചോദ്യമായി പോയി. അത് ഞാൻ ചോദിച്ചത് നമ്മുടെ പ്രേക്ഷകർക്ക് ചിലപ്പോൾ താങ്കൾ ചിലപ്പോൾ പറഞ്ഞു തുടങ്ങുമ്പോൾ ഈ ഒരു ബ്രീഫിംഗ് ചിലപ്പോൾ മനസ്സിലാകില്ല, കണക്ഷൻ കിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് ഇത്രയും ഒരു വാർത്ത ഞാൻ പറഞ്ഞത്. ഇനി താങ്കളുടെ ഒരു ടേക്ക് ഇതിൽ എനിക്കറിയണം. എന്താണ് ഇതിൽ താങ്കളുടെ ഒരു ടേക്ക്?
ചോദ്യം വലുതായത് സ്വാഭാവികമാണ്. കാരണം ആ ആ ചോദ്യത്തോളം അല്ലെങ്കിൽ അതിനെക്കാട്ടും വലിയൊരു ചരിത്രമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണത്. കാരണം അതെ അതെ അത്രയും വർഷം പിന്നിലേക്ക് സഞ്ചരിച്ചിട്ട് അവിടുന്ന് തുടങ്ങി ഈ ഇപ്പോഴത്തെ ജിയോ പൊളിറ്റിക്സിൽ എത്തേണ്ട ഒരു സംഭവം ഓട്ടോമാറ്റിക്കായിട്ട് സ്വാഭാവികമായിട്ട് ചോദ്യം വലുതാവും. കറക്റ്റ്. അതുകൊണ്ട് താങ്ക് യു. കാരണം വെച്ചാ കാരണം എന്താ വെച്ചാ ഇത് നമ്മള് പഴയ കാലത്തേക്ക് പോവുകയാണെങ്കിൽ ഉം, മുരുകവാനെ കുമാരികാണ്ടായിട്ട് ബന്ധപ്പെട്ട് ആ സമയത്ത് കുമാരികാണ്ട് കടലിനടിയിൽ പോയപ്പോൾ പല വഴിക്ക് പിരിഞ്ഞുപോയ ഒരു ജനതയുടെ ബാക്കി പത്രം. അതാണ് നമ്മൾ ഉം, ഉം, യസീദികൾ എന്ന് പറയാൻ പറ്റുക. അപ്പൊ ഉം, എത്രയോ നൂറ്റാണ്ടുകൾ കടന്നുപോയി കടന്നു കിടന്നിട്ടാണ് ഇപ്പോഴത്തെ തലമുറയിൽ അവർ എത്തിയിരിക്കുന്നത്. അപ്പൊ ഉം. അവിടെ ഒരുപാട് കൂട്ടിച്ചേർക്കലുകളും ചിലത് വെട്ടിമാറ്റലുകളൊക്കെ ഉണ്ടായിട്ട് പോലും അവരുടെ പ്രധാന ദൈവം ഇപ്പോഴും മയിലുമേ നിൽക്കുന്ന മാലാഖ. എത്ര അതെ അതെ അതെ. ആ ആ- അവര് അവരുടെ അമ്പലത്തില് ഈ കുർദിഷ് മേഖലയിൽ ഇറാഖിലാണ് ലാലിഷ് ടെമ്പിൾ എന്ന് പറഞ്ഞ അമ്പലത്തിലാണ് അവരുടെ മെയിൻ അമ്പലം. ആ അമ്പലത്തിൽ ഒരു ഇന്ത്യൻ വിളക്കുണ്ട്, സാരി ചുറ്റിയ ഒരു സ്ത്രീയുടെ പടമുണ്ട്. അവരുടെ പല സംസ്കാരങ്ങളും ഇവിടുത്തായിട്ട് ബന്ധപ്പെട്ടാണ്. അങ്ങനെ തളർന്നു പോകുന്ന അവര് ആ തുടർന്ന് പോന്നിട്ട് അവരൊരു വേറൊരു വിഭാഗമായി ഈ അടുത്ത കാലം വരെ അവർ അങ്ങനെയാണ് ഞാൻ നിന്നിരുന്നത്. അവരൊരിക്കലും ഇന്ത്യയിലേക്ക് നോക്കിയിട്ടില്ല, അവർ ഇന്ത്യനെ കുറിച്ച് സംസാരിച്ചിട്ടില്ല. പക്ഷെ ചില സംഭവങ്ങൾ ഉണ്ടാവുമ്പോൾ അവർക്കൊരു റീകളക്ഷൻ വരികയാണ്. നമ്മുടെ വേരുകൾ കിടക്കുന്നത് ഭാരതത്തിലാണ്, ഭാരതത്തിൽ മുരുകപോകാനായിട്ടാണ് കണക്ഷൻ നമുക്കുണ്ടെന്ന് അവർക്ക് മനസ്സിലാവേണ്ട സമയമായി. അതാണ് ഈ മുരുകയുഗം. അപ്പൊ അത്തരം ചില സമയങ്ങളിലൂടെ ചില സംഭവങ്ങളിലൂടെ ഭഗവാൻ ചിലത് കൂട്ടിച്ചേർക്കപ്പെടും. അതുകൊണ്ടാണ് ഉം, ധനുഷ് ചില സംഭവങ്ങൾ അതിലേക്ക് എത്തിപ്പെടുക എന്ന് പറയില്ലേ. അപ്പൊ അതെ അതെ. എത്തിപ്പെടണമെങ്കിൽ ചില സംഭവങ്ങൾ കൂട്ടിച്ചേർക്കണമെങ്കിൽ ചില സംഭവങ്ങൾ ഉണ്ടാവണം. അപ്പോഴാണ് ഈ കുർദിഷ് മേഖല നമ്മുടെ തുർക്കി നമുക്കെതിരായിട്ട് വരുന്നതും അവരെ ഉം, ഡോൺ കൊണ്ടുവരുന്നതും ഭാരതത്തിന്റെ കണ്ണ് തുർക്കിയുടെ മേലെ പതിയണതും. ആ നമ്മൾ പതിയാന്ന് പറഞ്ഞ വെറുതെ പതിയല്ല, അതിന്റെ ഉള്ളിലത്തെ പ്രശ്നങ്ങളിൽ പോലും പോയി പതിയും. അവിടെയാണ് അതെ. തുർക്കി കുർദിഷ് മേഖലയിലുള്ള അവരുടെ ആവശ്യങ്ങളായിട്ട് വരുന്നത്. അപ്പൊ ഇത്ര നാള് കുർദിസ്ഥാൻ എന്നുള്ള വാക്ക് അവർ ഉപയോഗിച്ചിട്ട് ഈ അടുത്ത കാലത്ത് പെട്ടെന്ന് അവര് കാർത്തിക്സ്ഥാൻ എന്നുള്ളൊരു വാക്ക് ഉപയോഗിച്ചു തുടങ്ങി. അത് ശരി. അതായത് ഇത്ര നാൾ കുർദിസ്ഥാൻ എന്ന് പറഞ്ഞിട്ടിരുന്ന ആൾക്കാർ, ഉം, ചില ഉം, ആൾക്കാർ ഇപ്പൊ കാർത്തിക്സ്ഥാൻ എന്ന് പറഞ്ഞ രാജ്യം വേണമെന്ന് അവർ അതിന്റെ ഉള്ളിൽ നിന്ന് സംസാരം വന്നു തുടങ്ങി. കാരണം ഭാരതത്തിലെ തൊട്ട് വിളിക്കാൻ ആ വാക്ക് കൂടുതൽ പ്രയോജനപ്പെടുന്ന അവർക്ക് മനസ്സിലായി. അപ്പൊ അവരത് ഉം, തൊട്ടറിഞ്ഞു സത്യം, അവരുടെ ആ ഒരു സത്യം അവരെവിടുന്നാണ് പുറപ്പെട്ടതെന്നുള്ള സത്യം കുറെ പേർക്കെങ്കിലും അവരിൽ മനസ്സിലാക്കാൻ പറ്റി. ഒരുപാട് പീഡനങ്ങൾ അനുഭവിച്ച് ISS തീവ്രവാദികളുടെ പീഡനങ്ങൾ അനുഭവിച്ച് അവരിലെ ഒരു പുസ്തകം എഴുതി, ലാസ്റ്റ് ഗേൾ എന്നൊരു പുസ്തകം തന്നെയുണ്ട്. അതിലത്തെ ഒരു ഉം. ലേഡിക്ക് പേര് പെട്ടെന്ന് മറന്നു. നാദിയ നോബൽ മുറാദ്. സമ്മാനം കിട്ടിയതാ. നാദിയ മുറാദ് അവർ നോബൽ സമ്മാനം കിട്ടിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അവർക്ക് അവരുടെ പുസ്തകം ലോകം മുഴുവൻ ചർച്ചാ വിഷയമാണു. അത്തരം ഒരു സംഭവങ്ങളോട് യസീദികൾ എന്താന്ന് ലോകത്ത് അറിയണ ആ നിമിഷമാണ് ഭഗവാന്റെ ഈ മുരുകയുഗത്തില് ഭാരതമായിട്ട് അവർക്ക് കണക്ട് ചെയ്യാനുള്ള ഒരു ഫീലിംഗ് വരുന്നതും ഭാരതത്തിലെ കാർത്തിക്സ്ഥാൻ എന്നുള്ളൊരു ഇത് ചെയ്യണം. ആ സമയത്താണ് എന്റെ ദൗത്യം, LMRK എന്ന എന്റെ പ്രസ്ഥാനത്ത് ഭഗവാനിക്ക് എന്ന പ്രസ്ഥാനത്തിന്റെ ദൗത്യം മുരുകയുഗത്തിൽ വേണ്ട കാര്യങ്ങൾ ചെയ്യുക. അതിലൊന്ന് ഉം, ഭാരതം സൂപ്പർ പവർ, രണ്ട് കുമാരികാണ്ഡത്തു നിന്ന് വിട്ടുപോയ ആൾക്കാരെ കൂട്ടിച്ചേർക്കുക. അങ്ങനെ കൂട്ടിച്ചേർക്കപ്പെടേണ്ട ഒരു കണ്ണിയാണ് യസീദികൾ എന്നുള്ള ഒരു തിരിച്ചറിവ് ഭഗവാൻ എനിക്ക് തരുമ്പോ അടുത്ത യാഗം മെയ് 1 അടുത്ത യാഗത്തിൽ അവരെ ക്ഷണിക്കണം എന്നൊരു ആഗ്രഹം വരുമ്പോഴാണ് ഭഗവാന്റെ ഡയറക്ഷനിലേക്ക് ഞാൻ അർമേനിയയിലേക്ക് യാത്ര പോണത്. ആ യാത്ര പോണ സമയത്തുള്ള ചരിത്രം, ആ ഒരു സംഭവവികാസങ്ങളാണ് ഇപ്പോ ധനുഷ് പറഞ്ഞത്. അർമേനിയ തുർക്കിയിലേക്ക് ഭാരതത്തിൽ കണ്ടുവരുന്നു, അപ്പുറത്തുള്ള ഉം, രാജ്യങ്ങൾക്ക് ബ്രഹ്മോസ് കൊടുത്തിട്ട് തുർക്കിനെ ഒതുക്കാൻ നോക്കണു. ഇവിടെ അർമേനിയയുടെ അടുത്ത് അർമേനിയയിലെ ചാരശൃംഖലയെ വലുതാക്കുമ്പോൾ അതിന്റെ അപ്പുറത്തൊരു രാജ്യമുണ്ട്, അസർബൈജാൻ. അതെ അതെ. നമ്മൾ പാകിസ്ഥാനെ കൂടെ ഇന്ത്യനെ ഉപദ്രവിക്കാൻ വന്നതാ. അപ്പൊ അസർബൈജാനെ ഒതുക്കാൻ വേണ്ടിയിട്ട് അർമേനിയ എന്ന് പറഞ്ഞ രാജ്യത്തിന് ഭാരതം തയ്യാറാക്കി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അത്തരം ഒരു സംഭവത്തിലാണ് നമ്മൾ അവിടേക്ക് യാത്ര പോണത്. ആ യാത്രയിൽ എനിക്കുണ്ടായ അത്ഭുതകരമായ ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ടായി. അപ്പൊ ഉം, എന്റെ ഉം. യാത്ര, ഞാൻ ആദ്യം ആഗ്രഹിച്ചത് ലാലിഷ് ടെമ്പിളിലേക്ക് പോകാനാ, ഇറാഖിലേക്ക്. അതാണ് അവരുടെ മെയിൻ ടെമ്പിൾ. പക്ഷെ ഞാൻ ആലോചിക്കുമ്പോൾ ഇറാഖിലേക്കുള്ള യാത്ര അത്ര സേഫ് ആണോ എന്നുള്ളൊരു സംശയം സ്വാഭാവികമായിട്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്ക് ഉണ്ടായി. ഭയം അപ്പൊ പിന്നെ തോന്നി.
ചെറുതായിട്ട് വെറുതെ നമ്മള് ധൈര്യം കാണിക്കുന്ന ട്രെയിൻ ഹോമിൽ നിന്നിട്ടല്ലോ. അതെ അതെ, കറക്റ്റാണ്, വളരെ കറക്റ്റാണ്. കൊറേ വിവേകം എന്നുള്ള സാധനം നമുക്ക് തരുന്നല്ലോ. ചില അപ്പൊ ആൾക്കാർക്ക് ഇപ്പൊ നമ്മള് താങ്കളുടെ ചില വീഡിയോസിന്റെ താഴെ വന്ന് കമന്റ് ഇടുന്നത് കാണുന്നുണ്ട്, അതെന്താ മുരുകൻ രക്ഷിക്കാൻ വരാത്തത് എന്ന് തോന്നുന്നു. പക്ഷെ അത് കറക്റ്റ് മറുപടിയാണ്. അതായത് പാഞ്ഞു വരുന്ന പാണ്ടിലോറിയുടെ മുമ്പിൽ നമ്മൾ നെഞ്ചു പിരിച്ച് നിൽക്കുമ്പോൾ അതിനകത്ത് ഒരു ഡ്രൈവർ ഇരുന്ന് പറയും മാറെന്ന് പറയും, അതാണ് മുരുകൻ. അവിടെയാണ് മുരുകൻ വർക്ക് ചെയ്യുന്നത്. അല്ല, ഭഗവാൻ ഒരു ഡ്യൂട്ടിക്ക് നമ്മൾ എടുക്കുമ്പോൾ നമുക്കൊരു വിവേകം തരുമല്ലോ ഭഗവാൻ. ആ വിവേകമാണ് നമ്മളിൽ ഉണ്ടാവേണ്ട ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ ആ വിവേകത്തിലാണ് നമ്മൾ അടുത്തൊരു സ്ഥലം അന്വേഷിച്ചത്. അടുത്ത സ്ഥലം അന്വേഷിച്ചപ്പോ അത് നമ്മൾ അടുത്തൊരു വലിയൊരു ടെമ്പിൾ അർമേനിയയിലാണ്, രണ്ടാമത്തെ ഉം, വലിയ ടെമ്പിൾ. അപ്പൊ ഓട്ടോമാറ്റിക്കലി അർമേനിയയിലേക്കുള്ള യാത്ര പോകാൻ തീരുമാനിക്കുന്നു. ഈ തീരുമാനിക്കുമ്പോൾ നമ്മള് സംബന്ധിച്ചൊരു ജോലിക്കാരനായ കാരണം ഗവൺമെന്റ് NOC എടുക്കണം, പുറത്തേക്ക് പോവാൻ. NOC എടുക്കുമ്പോൾ കുറച്ച് ദിവസത്തേക്ക് തരിക, അതിനുള്ളിൽ പോയി വരണം. അതല്ല നമുക്ക്. അപ്പൊ ഞാൻ ആദ്യം തായ്വാൻ പ്ലാൻ ചെയ്യണു, പിന്നെ അർമേനിയ പ്ലാൻ ചെയ്യണു. പക്ഷെ പെട്ടെന്ന് തായ്വാനില് എന്റെ കൂടെ വരുന്ന മലേഷ്യ എന്നുള്ള രണ്ട് തമിഴ് വംശജരാ, മലേഷ്യക്കാരാണ്, തമിഴ് ആൾക്കാരാ. അവർക്ക് പെട്ടെന്ന് ചിലിയിലേക്ക് പോകേണ്ട ഒരു ട്രാവൽ പോകേണ്ട ആവശ്യം, കാരണം അവരത് എന്നോട് പറഞ്ഞു രണ്ടാമത് നമുക്ക് അർമേനിയക്ക് പോകാൻ പറ്റുമോ, നമുക്കൊരു സഹായി ആവും എന്ന് പറഞ്ഞപ്പോ അല്ല, തായ്വാൻ രണ്ടാമത് ചെയ്യാൻ പറ്റുമോ എന്ന് ശരി എന്ന് പറഞ്ഞിട്ട് ഉം, എന്റെ യാത്ര ഫസ്റ്റ് സ്റ്റേജിലേക്ക് മാറ്റണം. ആദ്യത്തെ അർമേനിയ പോവാം. അപ്പൊ നോക്കുമ്പോ 27-ാം തീയതി എന്ന് പറഞ്ഞ ഡേറ്റിൽ ഷഷ്ടി വരുന്നുണ്ട്. അപ്പൊ ശരി, ഷഷ്ടി ദിവസം നമുക്ക് അമ്പലത്തിൽ ചെല്ലാം, അതാണ് ഭഗവാന്റെ ഏറ്റവും വലിയ ദിവസം. അപ്പൊ ഉം, എന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഭഗവാനോട് പ്രാർത്ഥിച്ചു പോണത്, ഭഗവാന്റെ മയിലിൽ ഇരിക്കുന്ന ഫോട്ടോ ഞാൻ ഇവിടുന്ന് ലാമിനേറ്റ് ചെയ്ത് പ്രിന്റ് ഒക്കെ എടുത്ത് ലാമിനേറ്റ് ചെയ്ത് കൊണ്ടുപോയി ഇത് അവിടുത്തെ ഉം, അമ്പലത്തിൽ കൊടുക്കണം. അവരോട് പറയണം നിങ്ങളുടെ ദൈവത നമ്മുടെ ഇന്ത്യയിലാണ് ഇരിക്കണത് എന്ന് പറയണം. ഉം, കാരണം ഉം, ഉം, ഉം. ഒരാളെയും പരിചയമില്ല കേട്ടാ, ഒറ്റ ആളെ എനിക്ക് അവിടെ പരിചയമില്ല. ഞാൻ അർമേനിയൻ ട്രാവൽ ഏജൻസി വഴിയാണ് പോണത്. എന്റെ കൂടെ രണ്ടുപേര് ദുബായിൽ നിന്നുണ്ടായിരുന്നു. പക്ഷേ 27-ാം തീയതി ഞാൻ അങ്ങോട്ട് പോണു. ആ അമ്പലത്തേക്ക് വലിയൊരു ഭംഗിയായിട്ട് നിർത്തിയിട്ടുണ്ട്. അപ്പൊ അവിടെ ചെന്നിട്ട് ആരെ കാണുന്ന എന്ത് പറയണോ ഒന്നും അറിയില്ല. ഞങ്ങൾ നേരെ അമ്പലത്തിൽ പോയി, ഈ ഫോട്ടോ എന്റെ കയ്യിലുണ്ട്. അവിടെ ചെന്നപ്പോ അമ്പലത്തിനുള്ളിൽ മയിലിന്റെ വലിയൊരു വിഗ്രഹം വെച്ചിട്ടുണ്ട്. ഉം, ഉം, പിന്നിലും ഉണ്ട്, മുമ്പിലും ഉണ്ട്. അപ്പൊ അവിടെ പോയി ഞാൻ ഉം. കുറച്ചു നേരം പ്രാർത്ഥിച്ചു. മയിലിന്റെ കൂടെ ഭഗവാന്റെ അടുത്ത് ഫോട്ടോ ഒക്കെ എടുത്തു. അത് കണ്ടിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ട് ഫോട്ടോന്റെ അടുത്ത്. കണ്ടിട്ടുണ്ട്. ആ, അപ്പോ അത് കഴിഞ്ഞപ്പോഴാണ് കുറച്ച് ആൾക്കാർ അവിടെ വന്നത്. അപ്പൊ ഒരാൾ ഉം, വന്നിട്ട് മന്ത്രമൊക്കെ ജപിച്ചു തുടങ്ങി അവരുടെ സ്റ്റൈലില്. അപ്പൊ ഞാൻ അവിടെ ഇരുന്നു, ഉം, ഞങ്ങൾ അവിടെ ഇരുന്നു. അത് കഴിഞ്ഞപ്പോ പെട്ടെന്ന് ഒരാൾ വന്നു, ഒരു രണ്ടു മൂന്ന് ടീം, അൽ സീഡ് എന്നാ പറഞ്ഞ അവ ഉം, യസീദ്, അവരൊക്കെ ഇംഗ്ലീഷ് അറിയാം. ഞങ്ങൾ വേറെ ഫേസ് ആയ കാരണം ഞങ്ങളുടെ അടുത്ത് ഒന്ന് പരിചയപ്പെട്ടു. അപ്പൊ അയാൾ ഒരു കാര്യം പറഞ്ഞു, അതാണ് എനിക്ക് കിട്ടണം. ഓരോ യാത്രയിലും ഭഗവാൻ എനിക്ക് തരുന്ന അത്ഭുതമായ കാര്യങ്ങളുണ്ട്. ആ അത്ഭുതം അപ്പോഴാണ് നടക്കുന്നത്. ആള് പറഞ്ഞു അടുത്ത ദിവസമാണ് ഈ അമ്പലം നിർമ്മിച്ചതിന്റെ വാർഷികം. ഉം, ഉം, ലോകത്തുള്ള എല്ലാ യസീദുകളും അവിടെ വന്നു ചേരും. ഇറാഖിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പുരോഹിതനും അവിടെ വരും. ഞാൻ ഉം. എന്തിന് ഇറാഖിലേക്ക് പോവാൻ നിൽക്കണു, അവിടേക്ക് പോവാണ്ട് അർമേനിയ വന്നപ്പോ ഭഗവാൻ ലോകത്തുള്ള ആൾക്കാരെ മുഴുവൻ അവിടെ എത്തിച്ച പോലെ. അതെ അടുത്ത അതെ അതെ. ദിവസം കാലത്ത് ചെല്ലുമ്പോ അടുത്ത ദിവസം കാലത്ത് ചെല്ലുമ്പോ അത്രയും വലിയ തിരക്കാ. ഞാൻ വന്നിട്ട് ഉം, പ്രധാന പുരോഹിതന് അവിടെ പ്രസവമൊക്കെ നടക്കുന്നുണ്ട്. ഭയങ്കര ടൈറ്റ് സെക്യൂരിറ്റി, അറിയാലോ, ഉം, ഉം, അവർക്ക് അത്രയും ഉം. ഭീഷണികളുണ്ട്. അപ്പൊ ഇത് അതെ. എങ്ങനെ കൊടുക്കും. അപ്പൊ തലേ ദിവസം എന്റെ കൂടെ സംസാരിച്ച് ഞാൻ ഭക്ഷണത്തിന് വിളിച്ച രണ്ടുപേരുണ്ടായിരുന്നു. അവരാണ് ഞാൻ കൊണ്ടുപോയി ഭക്ഷണം കഴിച്ചത്. പിറ്റേ ദിവസം അവർ കോട്ടൊക്കെ ഇട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അവരോട് നിന്ന് സംസാരിച്ച് ഒരു ഫോട്ടോ കൊടുക്കുന്നത്. അപ്പൊ അവരാണ് ഈ അമ്പലം പണിത ആളുടെ മക്കള്. ഉം, ഉം. ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാരെ ഞങ്ങൾ കണ്ടത്. അപ്പൊ ഈ ഫോട്ടോ ഞാൻ വെളിയിൽ എടുത്തോടുകൂടി ആൾക്കാർ ഞങ്ങളെ പൊതിഞ്ഞു. ഈ ഫോട്ടോ അത് എടുത്ത് ശരി. ഉമ്മ വയ്ക്കുക അത്ഭുതത്തോടെ അവരുടെ ഭാഷയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക. ചില ആൾക്കാർക്ക് അറിയാം, ഇതിനെ കുറിച്ച് അറിയാം, അവരുടെ ഈ മുരുകന്മാരെ കുറിച്ച കാര്യങ്ങൾ അറിയാം. കുറെ പേർക്ക് അറിയില്ല. എന്നാൽ ഈ ഫോട്ടോ കാണുമ്പോൾ ഉണ്ടായ ഒരു അത്ഭുതകരമായ ഒരു കാര്യം അവിടെ നടന്നു. അവസാനം ഇറാഖിലെ മെയിൻ പുരോഹിതന്റെ അടുത്ത് എനിക്ക് ഈ ഫോട്ടോ കൊടുക്കാനും അദ്ദേഹം ഇറാഖിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പൊ ഉം, ഇറാഖില് മുരുകന്റെ ഫോട്ടോ പോയി ഉം. ചേർന്നിട്ടുണ്ട്. ആ ഒരു കണക്ഷൻ, എനർജി കണക്ഷൻ അവിടെ ആരംഭിച്ചിട്ടുണ്ട്. ഇനി അത് കത്തി പടർന്നു പോയി പല സംഭവങ്ങളും ചരിത്രത്തിൽ ഉണ്ടാവും. അങ്ങ് പറഞ്ഞ തുർക്കി സൈഡിലും മറ്റുള്ള സൈഡുകളിലൊക്കെ ഉണ്ടാവും. അടുത്ത അഗ്നിയാഗത്തിന് ഞാൻ അവരെ വിളിക്കണമുണ്ട്. അപ്പൊ ഈ ഒരു സാഹചര്യം, ഇത്തരത്തിലൊരു എക്സ്പീരിയൻസ് താങ്കൾക്ക് വന്നപ്പോ ഇത് ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്, ഒരു മുൻകൂട്ടി കാണാൻ എന്തെങ്കിലും സാധിക്കുന്നു? അതായത് അവിടെ ചെല്ലുമ്പോൾ എനിക്ക് ഇങ്ങനൊരു എക്സ്പീരിയൻസ് വരും, അതായത് ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഈ ആൾക്കാർ എൻ്റെ മുന്നിൽ ഇവരൊക്കെ എത്തിപ്പെടും, ഞാൻ അവരെ അന്വേഷിച്ച് പോകേണ്ടതായിട്ട് വരില്ല എന്നിങ്ങനെയുള്ള ഒരു ഒരു മുൻധാരണയോട് കൂടിയാണ് അങ്ങ് പോയത്, അല്ലെങ്കിൽ വെറുതെ പോയപ്പോൾ ഇതൊക്കെ യാദൃശ്ചികമായിട്ട് സംഭവിച്ചതാണോ പെട്ടെന്ന്?
എന്റെ എല്ലാ യാത്രകളിലും ഇങ്ങനെ ഒരു അത്ഭുതം ഉം. നടന്നു. നമ്മൾ ആ ആ നമ്മള് ഫോളോ കണ്ണടച്ച് ഫോളോ ചെയ്യാന്നല്ല, അങ്ങനെയാണ് ചെയ്യുക. ഭഗവാൻ ഉം, പറയണു ഉം, ഞാൻ ഉം. പോണു, ഇന്ന കാര്യത്തിന് പോണു. അത് എങ്ങനെ നടക്കണം എന്ന് എനിക്ക് ഓരോ യാത്രയിൽ അറിയില്ല. പക്ഷെ അതൊക്കെ നടക്കും പല രീതിയിൽ. അത് നമ്മളിൽ എത്തിച്ചേരുക എന്ന് പറയില്ലേ, അങ്ങനെ ഇതിനു മുമ്പും എപ്പോഴും നടന്നിട്ടുണ്ട്, അന്നും നടന്നു. പക്ഷെ ഒരു ഒരു രീതിയിലാവില്ലേ, പല രീതിയിലാവും. പക്ഷെ അത് നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഭഗവാൻ അല്ല നമുക്ക് നമുക്കൊരു എന്തായാലും ഒരു നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ സംഭവം നടക്കും അവിടെ. അതെന്റെ എല്ലാ യാത്രയിലും ഉണ്ടായിരുന്നു. ഈ അർമേനിയയിൽ പോകുമ്പോ എനിക്ക് ആകെ എന്റെ ഉള്ളിൽ ഭഗവാൻ എന്നെ ഒരു കാര്യം ഏൽപ്പിച്ചിട്ടുണ്ട്, ഈ ഫോട്ടോ അവിടെ കൊടുക്കണം. അത് എങ്ങനെ കൊടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പ്രാർത്ഥിച്ച് അല്ല ചെല്ലണു, സാറേ, ആരുടെയും കയ്യിൽ ഭഗവാൻ ഈ കൊടുക്കണു. കാര്യം ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് ആ ഒരു പ്രോസസ്സ് നടക്കുന്നത്? എനിക്ക് അറിയാനുള്ള ഒരു ത്വര കൊണ്ട് ചോദിക്കുകയാണ്. അതെങ്ങനെയാണ്? ഒരു സൂപ്പർ ഓക്കെ. നാച്ചുറൽ എക്സ്പീരിയൻസ് ഉണ്ടാവുകയാണോ? അതെങ്ങനെയാണ് സംഭവം? അത് ഇപ്പൊ ഞാൻ 20 കൊല്ലായി ഇതിൽ ഉം, സഞ്ചരിച്ചു ഉം, തുടങ്ങിയിട്ട്. ഉം, ഒരു ഉം, 20 കൊല്ലം എന്ന് പറയുമ്പോൾ 20 കൊല്ലത്തിന്റെ എക്സ്പീരിയൻസ് ഉണ്ട് എനിക്ക് ആ ഉം, വഴിയിൽ. അപ്പൊ ആദ്യത്തെ ഒരു 2005 തൊട്ട് 2013 വരെ സ്വപ്നങ്ങളിലൂടെയാണ് മെസ്സേജ് വന്നിരുന്നത്, ഉം, പിന്നെ തുടക്കക്കാരില്ല. സെക്കൻഡ് 2013 തൊട്ട് 2020 വരെ ജ്യോതി രൂപത്തിൽ, എനർജി രൂപത്തിൽ എനിക്ക് കാണാൻ പറ്റുമായിരുന്നു. ഉം, ഉം, 2020 തൊട്ട് അതൊരു വേറൊരു ഡയമെൻഷനിൽ ചില മെസ്സേജുകൾ കിട്ടും. അത് കിട്ടുമ്പോൾ നമുക്ക് അതിനുവേണ്ടി ഡീകോഡ് ചെയ്യാൻ വേണ്ടി പ്രപഞ്ചത്തിൽ കുറെ കാര്യങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ടാവും. അത് ഡീകോഡ് ചെയ്ത് എടുക്കുക. അതായത് ഒരു സ്പൂൺ ഫീഡിങ് ഇതിൽ ഉണ്ടാവില്ല, നമ്മളെ ഉം, കൊണ്ട് ചെയ്യിക്കലാണ് ഉണ്ടാവും. ആ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഇത്ര കൊല്ലത്തെ എക്സ്പീരിയൻസ് എനിക്ക് അത് ചെയ്യാൻ പറ്റും. അപ്പൊ ഒരു ഉം. ഉത്തരം കിട്ടും. ആ ഉത്തരമാണ് എന്റെ ദൗത്യം. ആ ദൗത്യം ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന സംഭവം നടക്കുന്നുള്ളൊരു ഉത്തരം അതിലുണ്ടാവും. അത് നടക്കുകയും ചെയ്യും. അത് അങ്ങനെയാണ് ഈ പ്രോസസ്സൊക്കെ നമുക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് എന്താ പറയാ, അത് ചിലതൊക്കെ അനുഭവിച്ചറിയാന്ന് പറയില്ല, അത്തരം അനുഭവം, ഉം, ഉം, അത്തരം ഉം. സംഭവങ്ങളാണത്. എന്തായാലും വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്കും വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു താങ്കളുടെ ഈ ഒരു. താങ്ക് യു സർ, താങ്ക് കാരണം യു സോ മച്ച്. ഇത് ഇതെന്താ പറയാ, ഒരുപാട് ചരിത്രത്തിന്റെ അപ്പുറത്ത് നിന്ന് നമ്മളെ ചരിത്രത്തിന്റെ ഉം. ഇപ്പുറത്ത് നിൽക്കണ എന്നെ മാടി വിളിക്കുക എന്നൊക്കെ പറയില്ലേ, കണക്ട് ചെയ്യാന്ന് പറയില്ലേ, ആ, അങ്ങനെ അതെ ഒരു അതെ അതെ അതെ. കണക്ഷനാണ്. ആ കണക്ഷനിൽ ഒരു രാജ്യത്തിന്റെ ഭാവി, ഒരു ജിയോ പൊളിറ്റിക്സിലുള്ള വ്യത്യാസങ്ങളൊക്കെ നമ്മൾ അനുഭവിച്ചറിയാൻ പോകും. താങ്ക് യു സർ.